രണ്ട് ഇന്നിങ്സുകളിൽ കൂടി 5 സെഞ്ചുറികൾ പിറന്ന മത്സരത്തിൽ ഇന്ത്യ തോൽക്കുന്നു. എവിടെയാണ് ശരിക്കും ഇന്ത്യക്ക് തെറ്റുപറ്റിയത്? അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യ ഇന്നിങ്സിൽ ഗില്ലിന്റെയും പന്തിന്റെയും ജയ്സ്വാളിന്റെയും മനോഹരമായ സെഞ്ചുറികൾ. അതിനൊത്ത രീതിയിൽ സെക്കൻഡ് ഇന്നിങ്സിൽ KL രാഹുലിന്റെയും പന്തിന്റെയും മനോഹരമായ സെഞ്ചുറികൾ വീണ്ടും. പന്തിന്റെ സെഞ്ചുറി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇന്ത്യക്ക് ആദ്യമായിട്ടാണ് ഒരു വിക്കറ്റ് കീപ്പർ രണ്ട് ഇന്നിങ്സുകളിലും സെഞ്ചുറി നേടുന്നത്. ആൻഡ് ഈ ഒരു മത്സരത്തിൽ ഇന്ത്യ തോക്കുകയാണ്. ശരിക്കും വിചാരിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കാര്യമായിരുന്നത്. എവിടെയാണ് ഇന്ത്യക്ക് തെറ്റുപറ്റിയത്? ഇന്ത്യൻ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം എടുത്തു പറയേണ്ടത് ഗില്ലിന്റെ ക്യാപ്റ്റൻസിയുടെ കാര്യത്തിലാണ്. ഓഫ് കോഴ്സ് യങ് ഏജ് ആയിട്ടുള്ളൊരു താരത്തെ, ടെസ്റ്റ് ക്രിക്കറ്റിൽ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു താരത്തെ ക്യാപ്റ്റൻസി ഏൽപ്പിക്കുമ്പോൾ ഇതുപോലുള്ള കോൺസിക്വൻസ് ഫേസ് ചെയ്യേണ്ടി വരുമെന്നുള്ളത് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ മത്സരം ആയതുകൊണ്ടും ഇമ്പ്രൂവ്മെന്റ് ഇനിയും സാധ്യതകൾ ഏറെ കിടക്കുന്നത് കൊണ്ടും ഗില്ലിനെ ഒരുപാട് നമുക്ക് കുത്തി പറയാൻ സാധിക്കില്ല. അതിൻ്റെതായ പ്രശ്നങ്ങൾ ആൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇത്രമാത്രം മോശം രീതിയിൽ ഫീൽഡ് ചെയ്യുന്ന ഇന്ത്യൻ സൈഡിനെ അടുത്തെങ്ങും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ക്യാച്ചസ് വിൻ മാച്ചസ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഒരുപക്ഷെ കിട്ടിയ അവസരങ്ങൾ മുതലാക്കി ക്യാച്ചുകൾ എടുത്തിരുന്നെങ്കിൽ ഇംഗ്ലണ്ടിനെ ഉറപ്പായിട്ടും ഇന്ത്യക്ക് തോൽപ്പിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഇന്ത്യയുടെ കയ്യിൽ കൂടി വന്നു പോയിട്ടുണ്ടായിരുന്നു. സോ ഫീൽഡിംഗ് സൈഡിൽ വളരെ പതറ്റിക് ആയിട്ടൊരു പെർഫോമൻസ് തന്നെയായിരുന്നു ഇന്ത്യൻ സൈഡിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, വാലറ്റത്ത് യാതൊരു രീതിയിലും റൺസ് കൂട്ടിച്ചേർക്കാൻ സാധിക്കാത്ത രീതിയിലായിരുന്നു ഇന്ത്യൻ വാലറ്റത്തിന്റെ പെർഫോമൻസ്. അതിനെക്കുറിച്ച് എടുത്ത് ദിനേശ് കാർത്തിക് പറയുന്നുണ്ടായിരുന്നു, ഡോബർമാനുമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഇപ്പോൾ ഓൾമോസ്റ്റ് റീൽസിലൊക്കെ ഓടുന്നുണ്ട്, കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം മിഡിൽ ഓർഡറിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ യാതൊരു രീതിയിലും റൺസ് കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്നതല്ല. കാരണം അത്രമാത്രം നല്ലൊരു ബാറ്റിംഗ് പിച്ചിലായിരുന്നു ഈ ഒരു ഇന്നിങ്സുകൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അത്യാവശ്യം റൺസ് കണ്ടെത്താൻ സാധിക്കുന്ന പിച്ചിൽ തന്നെയാണ് ഈ ഒരു മത്സരം കടന്നു പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു പിച്ചിൽ പോലും റൺസ് കണ്ടെത്താൻ സാധിക്കാത്ത വാലറ്റത്തെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ബോളിംഗ് സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബൂംറയുടെ ഒരു സോളോ എഫേർട്ട് നമുക്ക് എല്ലാ സൈഡിലും കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ വിക്കറ്റ് ടേക്കിംഗ് ആയിട്ടുള്ള ബോളേഴ്സ് ഇല്ലാത്തത് വലിയ തിരിച്ചടി തന്നെയാണ്. ബൂംറ എത്രത്തോളം പ്രഷർ ചെയ്യുന്നു അതേ രീതിയിൽ പ്രഷർ ചെയ്യുന്ന മറ്റൊരു താരം ബോളിംഗ് സൈഡില്ലാത്ത വലിയ തിരിച്ചടി തന്നെയാണ്. ഓഫ് കോഴ്സ് ഇപ്പോൾ ചോദിച്ചേക്കാം, ശാർദുൽ താക്കൂറും അതോടൊപ്പം തന്നെ പ്രസീദ് കൃഷ്ണയും വിക്കറ്റുകൾ എടുത്തില്ലെന്ന്. പക്ഷേ അവരുടെ എക്കോണമി നോക്കുക, ഒരിക്കലും ഒരു ടെസ്റ്റ് മാച്ചിൽ കാണാൻ സാധിക്കാത്ത രീതിയിലാണ് എക്കോണമിയിലാണ് ഇവർ ബോൾ ചെയ്യുന്നത്. 5 മുകളിൽ എക്കോണമി എന്ന് പറയുന്ന ടെസ്റ്റിൽ വളരെ മോശം എക്കോണമി ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. 3, 4, 4.5 വരെ വരാം. പക്ഷേ അതിന് മുകളിലേക്കൊക്കെ എക്കോണമി എന്ന് പറയുന്നത് വളരെ മോശമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പ്രസീദ് കൃഷ്ണ വളരെയധികം എക്സ്പെൻസീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് IPL നന്നായിട്ട് ബോൾ ചെയ്ത താരമാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു IPL സൈഡ് വെച്ചിട്ടാണ് ഈ ഒരു ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് കുറച്ച് സ്ക്വാഡ് സെലക്ഷൻ ഉണ്ടായിട്ടുള്ളത്. അതിന് വലിയൊരു തിരിച്ചടിയാണ് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളതെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും അടുത്ത മത്സരത്തിലേക്ക് വരുമ്പം ഇതിനൊക്കെ മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു ലെഫ്റ്റ് ആം പേസറെ അവിടെ വെച്ചിട്ട് വീണ്ടും ഇങ്ങനൊരു പേസ് ബോളിംഗ് സൈഡ് നിലനിർത്തിയത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അർഷ്ദീപിനെ പോലൊരു പ്ലെയർ അവിടെ ഉണ്ട്. ഉറപ്പായിട്ടും ഒരു ലെഫ്റ്റ് ആം പേഴ്സണിന്റെ അഡ്വാൻറ്റേജ് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സ്ക്വാഡ് സെലക്ഷൻ, ഇങ്ങനൊരു 11 സെലക്ഷൻ നടത്തിയെന്ന് മനസ്സിലാവുന്നില്ല. ഇതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും അടുത്ത മത്സരത്തിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രേഖപ്പെടുത്തി. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി. ബൈ ബൈ ഗൈസ്.